ഡയാലിസിസ് സെക്കൻഡ് സെമ്മിലെ യൂണിറ്റ് 2ലെ ബാക്കി പോർഷൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ ഇന്ന് നോക്കുന്നത് വാസ്കുലർ ആക്സസ് ഫോർ ഹീമോഡയാലിസിസ്. ഹീമോഡയാലിസിസ് ചെയ്യുന്നതിന് വേണ്ടി ബ്ലഡ് എങ്ങനെയെല്ലാമാണ് നമ്മൾ എടുക്കുന്നത്, ആ ഒരു ഭാഗമാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കറിയാം, ഡയാലിസിസ് മെഷീനിലേക്ക് ബ്ലഡ് കറക്റ്റായിട്ട് ഫ്ലോ ചെയ്താൽ മാത്രമേ ആ ഒരു സർക്കുലേഷൻ കംപ്ലീറ്റ് ആവുകയും ഫിൽട്രേഷൻ നടക്കുകയും ചെയ്യുള്ളൂ. അപ്പം എങ്ങനെയെല്ലാമാണ് നമ്മൾ ബ്ലഡ് ഡ്രോൺ ചെയ്യുന്നത്, ആ ഒരു കാര്യമാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. 2 ടൈപ്പ് ഇന്റേണൽ ആക്സസും ഒരു എക്സ്റ്റേണൽ ആക്സസും ആണ് നമ്മൾ ഇന്നിവിടെ നോക്കുന്നത്. നമുക്കറിയാം, ഒരു കാനുലേഷൻ ആവശ്യമാണ്. 2 ബോർഫിസ്റ്റുല നീഡിൽസ് ഉണ്ടാവും. ഓരോ ഡയാലിസിസ് സെഷനിലും 2 ബോർഫിസ്റ്റുല നീഡിൽസ് പേഷ്യന്റിന്റെ കയ്യിൽ നമ്മൾ കാനുല വെച്ച് കണക്ട് ചെയ്തിട്ടുണ്ടാവും. ഒരു നീഡിൽ നമുക്കറിയാം ബ്ലഡ് ഡയാലിസിസ് മെഷീനിലേക്ക്, അതായത് ഡയലൈസറിലേക്ക് ബ്ലഡ് കളക്ട് ചെയ്യുന്നതിനായി വേണ്ടിയായിരിക്കും ഒരു നീഡില്. പിന്നെ മറ്റൊരു നീഡിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഫിൽറ്റർ ചെയ്ത ബ്ലഡിനെ നമ്മുടെ ബോഡിയിലേക്ക് റിട്ടേൺ ചെയ്യുന്നതിന് വേണ്ടിയാണ് മറ്റൊരു നീഡിൽ യൂസ് ചെയ്യുന്നത്. അങ്ങനെ 2 ലാർജ് ബോർ ഫിസ്റ്റുല നീഡിൽസ് നമ്മൾ ഡയാലിസിസ് ഓരോ ട്രീറ്റ്മെന്റ് സെഷനും നമുക്ക് അത് ആവശ്യമാണ്. നമ്മൾ പറയുന്നത് ഇതിൽ 2 ഇന്റേണൽ ആക്സസും ഒരു എക്സ്റ്റേണൽ ആക്സസും ആണ്. എക്സ്റ്റേണൽ ആക്സസിനെ നമുക്ക് ടെമ്പററി ആക്സസ് എന്നുകൂടി പറയാം. കാരണം ഷോർട്ട് ടേം ആക്സസ് ആണത്. അതായത് നമുക്കൊരു ടെമ്പററി ആയിട്ട് ഡയാലിസിസ് ചെയ്യുന്നതിന് വേണ്ടിയാണ് യൂഷ്വലി നമ്മൾ എന്ത് ചെയ്യുന്നത്, സെൻട്രൽ വെയിൻ കത്തീറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. സെൻട്രൽ വെയിൻ കത്തീറ്റർ എന്ന് പറയുന്നത് ഒരു ടെമ്പററി എക്സ്റ്റേണൽ ആക്സസ് ആണ്. നമുക്ക് ഷോർട്ട് ടേം ആക്സസ് എന്നുകൂടി പറയാം. ഇപ്പോൾ അക്യൂട്ട് റീനൽ ഫെയിലിയർ ഉള്ള പേഷ്യൻസിന്, അതായത് ക്രോണിക് ആയിട്ടുള്ള കണ്ടീഷൻ അല്ല, അക്യൂട്ട് റീനൽ ഫെയിലിയർ ആയിട്ടുള്ള പേഷ്യൻസിനും ഇൻ കേസ് ഡ്രഗ് ഓവർഡോസ് ആയി നമുക്ക് ഡീടോക്സിഫൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ടെമ്പററി എക്സ്റ്റേണൽ ആക്സസ് വെച്ചിട്ട് നമുക്ക് ഡയാലിസിസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ESRD കണ്ടീഷൻ, അതായത് എൻഡ് സ്റ്റേജ് റീനൽ ഡിസീസ്, ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷന്റെ ടൈമിൽ നമുക്ക് ഒരു സർട്ടൻ ടൈം പീരീഡിലേക്ക് നമുക്ക് ഡയാലിസിസ് ചെയ്യുന്നതിന് വേണ്ടിയും നമുക്ക് സെൻട്രൽ വെയിൻ കത്തീറ്റർ യൂസ് ചെയ്യാം. ഇത് പറയുകയാണെങ്കിൽ, അതായത് ഈ ഷോർട്ട് ടൈം എക്സ്റ്റേണൽ ആക്സസ് ആയിട്ടുള്ള സെൻട്രൽ വെയിൻ കത്തീറ്റർ നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ഡയാലിസിസ് ചെയ്യണം എന്നുണ്ടെങ്കിലാണ് നമ്മൾ ഈ എക്സ്റ്റേണൽ ആക്സസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നെക്കിലെയോ അല്ലെങ്കിൽ അപ്പർ ചെസ്റ്റിലെയോ വെയിൻസിലൂടെയാണ്, അവിടെയുള്ള ലാർജ് വെയിനിലാണ് നമ്മൾ ഈ സെൻട്രൽ വെയിൻ കത്തീറ്റേഴ്സ് പ്ലേസ് ചെയ്യുന്നത്. ആ കത്തീറ്റർ നമ്മളുടെ ബോഡിയുടെ ഔട്ട്സൈഡ് ആയിട്ട് അതിന്റെ പോർട്ട് നമുക്ക് കാണാൻ പറ്റും. ഇതിന് പ്രത്യേകിച്ച് ഒരു കാനുലേഷനോ നീഡിൽസോ ഒന്നും വേണ്ട. ആ ഒരു ലാർജ് വെയിൻ്റെ കത്തീറ്റേഴ്സ് വെച്ച് ഡയറക്ട്ലി നമ്മൾ ഡയാലിസിസ് മെഷീനിലേക്ക് കണക്ട് ചെയ്തിട്ടാണ് ബ്ലഡ് ഫ്ലോ ചെയ്യിക്കുന്നത്. അതുപോലെ തന്നെ തിരിച്ച് റിട്ടേൺ ചെയ്യിക്കുന്നതും ആ ഒരു കത്തീറ്റർ വഴിയാണ്. ഒരു പ്രത്യേകിച്ച് ഒരു കാനുലേഷൻ പ്രോസസ്സ് അതിന് ആവശ്യമായിട്ട് വരുന്നില്ല. നമ്മൾ പറഞ്ഞു ടെമ്പററി ആയിട്ടാണ് നമ്മളത് യൂസ് ചെയ്യുന്നത്. ആ ഒരു ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, അത് റിമൂവ് ചെയ്യും. ഇതിനെന്താണ്, ഇൻഫെക്ഷൻ റേറ്റ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇൻഫെക്ഷൻ വരുന്നതിന് ചാൻസ് കൂടുതലായതുകൊണ്ട് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോൾ വീക്കിലി 2-3 തവണ ഡയാലിസിസ് ചെയ്യുന്ന പേഷ്യൻസിന് നമ്മൾ ഈ എക്സ്റ്റേണൽ ആക്സസ് കൊടുക്കില്ല. പകരം അവർക്ക് ഇന്റേണൽ ആക്സസ് ആണ് കൊടുക്കുന്നത്. പിന്നെ ഒരു പേഷ്യന്റിനെ പെട്ടെന്ന് ഇതായിട്ട് ഈ ഒരു കണ്ടീഷനിൽ അഡ്മിറ്റ് ചെയ്തു എന്ന് കരുതുക. അപ്പോൾ ആ പേഷ്യന്റിന് സഡൻ ആയിട്ട് ഡയാലിസിസ് വേണം. എന്നാൽ എന്താണ്, ഫോർ എ ലോങ് പീരീഡിലേക്കും ഡയാലിസിസ് ചെയ്യണം. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇന്റേണൽ ആക്സസ് ചെയ്യാൻ പറ്റില്ല. ഇന്റേണൽ ആക്സസ് ചെയ്യണമെങ്കിൽ അത് കുറച്ചുകൂടെ ടൈം എടുക്കും നമുക്കത് ആക്സസ് ചെയ്യാൻ. നമ്മൾ ഇന്റേണൽ ആക്സസ് നമ്മൾ ചെയ്തു, പക്ഷേ അത് മെച്ചുവറായി നമുക്കത് യൂസ് ചെയ്യാൻ കുറച്ച് സമയം എടുക്കും. അത് നമ്മൾ അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരു എമർജൻസി കണ്ടീഷനിൽ നമുക്ക് സെൻട്രൽ വെയിൻ കത്തീറ്റർ ആണ് സഡൻ ആയിട്ട് ഹിമോഡയാലിസിസ് ചെയ്യുന്നതിന് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി നമ്മൾ പറയുന്നത് ഇന്റേണൽ ആക്സസ് ആണ്. ഇന്റേണൽ ആക്സസിന് നമുക്ക് 2 ടൈപ്പാണ് പഠിക്കാനുള്ളത്. ഒന്ന് ആർട്ടീരിയോ വീനസ് ഫിസ്റ്റുലയും, ഒന്ന് ആർട്ടീരിയോ വീനസ് ഗ്രാഫ്റ്റും, AVFും AVGയും എന്ന് പറയും. ആർട്ടീരിയോ വീനസ് ഫിസ്റ്റുല എന്ന് പറയുന്നതും ആർട്ടീരിയോ വീനസ് ഗ്രാഫ്റ്റ് എന്ന് പറയുന്നതും ഒരു പെർമനന്റ് വാസ്കുലാർ ആക്സസ് ആണ്. അതൊരു ലോങ് ടേം വാസ്കുലാർ ആക്സസ് ആണ്. അതായത് നമ്മൾ സർജിക്കലി ആണ് ഇത് രണ്ടും ക്രിയേറ്റ് ചെയ്യുന്നത്. സെൻട്രൽ വെയിൻ കത്തീറ്റർ, അതായത് എക്സ്റ്റേണൽ ആക്സസിന് അങ്ങനെ ഒരു സർജറിയുടെ ആവശ്യമൊന്നുമില്ല. പക്ഷേ ആർട്ടീരിയോ വീനസ് ഫിസ്റ്റുലയ്ക്കും ആർട്ടീരിയോ വീനസ് ഗ്രാഫ്റ്റിനും സർജിക്കലി ആണ് നമ്മളത് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ആർട്ടീരിയോ വീനസ് ഫിസ്റ്റുല AVFന് വേണ്ടി നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർട്ടറിനെയും വെയിനെയും തമ്മിൽ നമ്മൾ ജോയിൻ ചെയ്യുകയാണ്. ബൈ മൈനർ ആയിട്ടുള്ള ഒരു സർജിക്കൽ പ്രൊസീജിയർ വഴി കയ്യിലെ ആർട്ടറിനെയും വെയിനെയും തമ്മിൽ നമ്മൾ ജോയിൻ ചെയ്യുകയാണ്. ആ സർജറിനെ പറയുന്ന പേരാണ് അനസ്റ്റമോസിസ് എന്ന് പറയും.
ഒരു സർജിക്കൽ പ്രൊസീജിയറിന് പറയുന്ന പേരാണ് അനസ്റ്റമോസിസ്. അതായത് കയ്യിലെ ആർട്ടറിനെയും വെയിനെയും തമ്മിൽ ജോയിൻ ചെയ്യിക്കുന്നു. AVF ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ അതിനെ ജോയിൻ ചെയ്യിക്കുന്നു. സാധാരണഗതിയിൽ റേഡിയൽ ആർട്ടറിയും സെഫാലിക് വെയിനും അതുപോലെ തന്നെ ബ്രാക്കിയൽ ആർട്ടറിയും സെഫാലിക് വെയിനും ആണ് സാധാരണഗതിയിൽ നമ്മൾ സർജിക്കലി ജോയിൻ ചെയ്യുന്നത്. ബ്ലഡ് ഫ്ലോ നമുക്ക് അങ്ങനെ ജോയിൻ ചെയ്യുന്നത് വഴി അല്ലെങ്കിൽ AVF ചെയ്യുന്നത് വഴി നമുക്ക് ബ്ലഡ് ഫ്ലോ ഇൻക്രീസ് ചെയ്യാൻ പറ്റും. അതായത് ഹീമോഡയാലിസിസിലേക്ക് വേണ്ട ഒരു സർക്കുലേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു സർട്ടൻ ബ്ലഡ് ഫ്ലോ നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ എന്തുകൊണ്ട് പറ്റും? AVF കൊണ്ട് പറ്റും. ഇപ്പൊ AVF നമ്മൾ ലോങ് ടൈം ആണെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ഒരു വീക്ക്ലി 2 or 3 അതിലധികമോ ടൈം ഡയാലിസിസ് ചെയ്യുന്നവരിൽ നമ്മൾ AVF ആണ് സാധാരണഗതിയിൽ യൂസ് ചെയ്യുന്നത്. മറ്റു ഉള്ളതിനെ വെച്ച് നോക്കുമ്പോൾ കമ്പാരിറ്റീവ്ലി ഇൻഫെക്ഷൻ റേറ്റ് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ സ്റ്റാൻഡേർഡ് ആയിട്ട് നമ്മൾ പ്രിഫർ ചെയ്യുന്ന ഒരു ആക്സസ് എന്ന് പറയുന്നത് AVF ആണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത്. പക്ഷേ നമുക്കത് യൂസ് ചെയ്യാൻ ഒരു 6 മുതൽ 12 ആഴ്ച വരെ സമയമെടുക്കും. അതായത് നമ്മൾ അതിന് തന്നെ ആമിന്റെ ഫിസിക്കൽ എക്സാമിനേഷൻ നടത്തി അൾട്രാസൗണ്ട് ചെയ്ത് ആർട്ടറിയും വെയിനും കണ്ടുപിടിച്ച് നമ്മൾ പറഞ്ഞു റേഡിയൽ ആർട്ടറി സെഫാലിക് വെയിൻ. അപ്പോൾ ഒരു പർട്ടിക്കുലർ ആർട്ടറിയും വെയിനാണ് നമ്മൾ ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പോൾ അൾട്രാസൗണ്ട് വെച്ച് ആർട്ടറിയും വെയിനും കണ്ടുപിടിച്ച് ഒരു ലോക്കൽ അനസ്തേഷ്യ കൊടുത്താണ് ഈ സർജറി അനസ്റ്റമോസിസ് എന്ന് പറഞ്ഞ സർജറി ചെയ്ത് ഈ ഒരു AVF ഫിസ്റ്റുല ക്രിയേറ്റ് ചെയ്യുന്നത്. ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതിന് ഈ സർജറി ചെയ്തതുകൊണ്ട് തന്നെ അതിന് കറക്റ്റായിട്ട് ഹീലായി നമുക്കൊരു 6 to 12 6 മുതൽ 12 ആഴ്ച കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് ഡയാലിസിസിന് വേണ്ടി AVF നമുക്ക് യൂസ് ചെയ്യണമെങ്കിൽ അതൊരു ടൈം പീരീഡ് എടുക്കുന്നതാണ്. അപ്പൊ നമ്മൾ പറഞ്ഞു ഈ ഒരു ടൈം പീരീഡ് എടുക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ എമർജൻസി ആയിട്ടുള്ള എക്സ്റ്റേണൽ ആക്സസ് ടെമ്പററി നമ്മൾ കൊടുക്കും. എന്നിട്ട് അതിനൊപ്പം തന്നെ AVF ചെയ്യും. അപ്പൊ AVF മെച്ചുർ ആവുന്നത് വരെ നമ്മൾ ടെമ്പററി ആയിട്ടുള്ള ആക്സസ് യൂസ് ചെയ്യും. AVF മെച്ചുർ ആയി കഴിഞ്ഞാൽ നമ്മൾ ഈ പെർമനന്റ് ആക്സസിലേക്ക് വരികയാണ് ചെയ്യുന്നത്. ഇനി അടുത്തതാണ് ആർട്ടീരിയോ വീനസ് ഗ്രാഫ്റ്റ്. ആർട്ടീരിയോ വീനസ് ഗ്രാഫ്റ്റ് ഒരു ഇന്റേണൽ ആക്സസ് ആണ്. AVFനെ വെച്ച് നോക്കുമ്പോൾ ആർട്ടീരിയോ വീനസ് ഗ്രാഫ്റ്റിന് ചെറിയ രീതിയിലുള്ള ഇൻഫെക്ഷൻസ് വരാനുള്ള സാധ്യതയുണ്ട്. കാരണം അവിടെ ആർട്ടറി വെയിനും ജോയിൻ ചെയ്യുകയാണെങ്കിൽ നമ്മളിവിടെ ആർട്ടറിയും വെയിനും ഒരു പ്രോസ്തെറ്റിക് ട്യൂബ് വെച്ച് കണക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആർട്ടറിയെയും വെയിനെയും ഒരു പ്രോസ്തെറ്റിക് ആയിട്ടുള്ള ഒരു ട്യൂബ് കണക്ട് ചെയ്യുന്നു. ഒരു സിന്തറ്റിക് ട്യൂബാണ്. അതിനെ കണക്ട് ചെയ്തിട്ടാണ് ആർട്ടീരിയോ വീനസ് ഗ്രാഫ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. ആ പ്രോസ്തെറ്റിക് ട്യൂബിലേക്കാണ് നമ്മൾ കാനുല കൊടുത്ത് നീഡിൽ കൊടുത്ത് ബ്ലഡിനെ പുറത്തേക്ക് എടുക്കുന്നതും ഫിൽട്ടർ ചെയ്ത ബ്ലഡിനെ തിരിച്ച് കയറ്റുന്നതും ഈ പ്രോസ്തെറ്റിക് സിന്തറ്റിക് ട്യൂബിൽ കാനുല അറ്റാച്ച് ചെയ്തിട്ടാണ്. അതുകൊണ്ട് തന്നെ ഒരു ഫോറിൻ മെറ്റീരിയൽ അവിടെ വന്നതുകൊണ്ട് തന്നെ അവിടെ ചെറിയ രീതിയിലുള്ള ഇൻഫെക്ഷന് സാധ്യത കൂടുതലാണ്. നമ്മൾ മുകളിൽ പറഞ്ഞതുപോലെ തന്നെ അനസ്റ്റമോസിസ് വെച്ച് ചെറിയൊരു സർജിക്കൽ പ്രൊസീജിയർ വഴിയാണ് ആർട്ടീരിയോ വീനസ് ഗ്രാഫ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. അവിടെ 6 മുതൽ 12 ആഴ്ച എടുക്കുന്നുവെങ്കിൽ പക്ഷേ ആർട്ടീരിയോ വീനസ് ഗ്രാഫ്റ്റ് ഒരു 2-3 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ റെഡിയാവും. ആ ഒരു ടൈമിനുള്ളിൽ തന്നെ അത് ഹീൽ ചെയ്ത് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. നമുക്ക് ഡയാലിസിസിന് വേണ്ടി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പം നമ്മൾ ഇതിൽ പറഞ്ഞത് ഹീമോഡയാലിസിസിന്റെ വാസ്കുലാർ ആക്സസ് ആണ്. അതിൽ 2 ടൈപ്പ് പറഞ്ഞു. ഇന്റേണൽ ആക്സസും പറഞ്ഞു, എക്സ്റ്റേണൽ ആക്സസും പറഞ്ഞു. ഇന്റേണൽ ആക്സസിൽ വരുന്നതാണ് ആർട്ടീരിയോ വീനസ് ഫിസ്റ്റുലയും ആർട്ടീരിയോ വീനസ് ഗ്രാഫ്റ്റും. എക്സ്റ്റേണലിൽ വരുന്നതാണ് സെൻട്രൽ വെയിൻ കത്തീറ്റർ.